ഹായ് മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ന്യൂ വീഡിയോ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ് ബയോളജിയിലത്തെ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 3ാമത്തെ ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോയാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മ സെൽ എന്താണ്, സെൽ ആരാ കണ്ടുപിടിച്ചേ, അല്ലെങ്കിൽ സെല്ല് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെന്നൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഇനി ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 2 ടൈപ്പ് ഓഫ് സെൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോണേ. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാന്റ്സിന്റെ ബോഡി ഉണ്ടാക്കിയേക്കുന്നത് പ്ലാന്റ് സെല്ല് വെച്ചിട്ടാണ്, അതേപോലെ അനിമൽസിന്റെ ബോഡി കമ്പോസ് ചെയ്തേക്കുന്നത് അനിമൽ സെല്ല് വെച്ചിട്ടാണെന്നൊക്കെ. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവാ. കുറച്ച് ചിത്രങ്ങളൊക്കെ ഇതിൽ പഠിക്കാനുണ്ട്, അതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോ ഫസ്റ്റിലെ തന്നെ ടീച്ചർ ഒരു ഫോട്ടോ കൊടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സെല്ലിന്റെ പിക്ചറാണ്. അപ്പൊ ഇനി ഇത് ഏത് സെല്ലാണ് തിരിച്ചറിയണ്ടേ? പ്ലാന്റ് സെല്ലും അറിയാം, നമുക്ക് അനിമൽ സെല്ലും അറിയാം. അപ്പൊ അതിൽ ഏത് പിക്ചറാണ് അല്ലെങ്കിൽ ഏത് സെല്ലാണ് ഇത് തിരിച്ചറിയാനായിട്ട് സിമ്പിൾ ആണ്. പ്ലാന്റ് സെല്ലിന് മാത്രമുള്ള ഒരു പ്രത്യേകത, കുറെ പ്രത്യേകതകളുണ്ട്, എന്നാലും ഒറ്റയടിക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്ലാന്റ്സിന് ഗ്രീൻ കളർ അല്ലേ? അപ്പൊ ആ ഗ്രീൻ കളർ കൊടുക്കാനായിട്ടുള്ള ക്ലോറോഫിൽ ഉണ്ടാവുന്നത് പ്ലാന്റ് സെല്ലിൽ മാത്രമായിരിക്കില്ലേ? അപ്പൊ ആ ക്ലോറോഫിൽ ഉണ്ടാവുന്ന പാർട്ടിനെ പറയുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉള്ള പാർട്ടിനെ പറയുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു പ്ലാന്റ് സെല്ലിന്റെ പിക്ചറാണ്. അപ്പൊ ഇനി ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യം തന്നെ ഇതിനൊരു ഔട്ടർ കവറിങ് കാണാം, അല്ലെങ്കിൽ ഒരു ഭിത്തി പോലത്തെ ഒരു സർഫസ് കാണാം. അതിനെയാണ് സെൽ വാൾ എന്ന് വിളിക്കുക. അപ്പോ പ്ലാന്റ് സെല്ല് പഠിക്കുമ്പോൾ ആദ്യത്തെ സെൽ ഓർഗനിൽ നമ്മൾ പഠിച്ചു സെൽ വാൾ. ഇനി സെൽ വാളിന്റെ അകത്തായിട്ട് ഒരു മെംബ്രെയിൻ കണ്ടില്ലേ? ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന മെംബ്രെയിൻ കണ്ടോ? അതിനെ പറയുന്നതാണ് സെൽ മെംബ്രെയിൻ. അപ്പൊ സെൽ വാളിന്റെ പുറകിലായിട്ട് അല്ലെങ്കിൽ അതിന്റെ അടുത്തായിട്ട് കാണുന്ന, അതിന്റെ ഉള്ളിലായിട്ട് കാണുന്ന മെംബ്രെയിൻ സ്ഥലത്തിന്റെ പേരാണ് സെൽ മെംബ്രെയിൻ. ഇനി ഇതിന്റെ ഉള്ളിലാണ് കുറെ സാധനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സെല്ലിന്റെ ഓരോ പാർട്സിനെയും കാണാനായിട്ട് പറ്റുക. അപ്പൊ ഇനി അത് ഓരോന്നും എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നോക്കാം. ആദ്യത്തേതാണ് ന്യൂക്ലിയസ്. ഏതൊരു സെല്ല് എടുത്താലും അതിന്റെ സെന്ററിലായിട്ട് കാണുന്ന റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള പാർട്ടാണ് ന്യൂക്ലിയസ്. ഇനി അതിന്റെ ചുറ്റും കുറെ വഴി പോലെ കുറച്ച് സ്ട്രക്ചേഴ്സ് കണ്ടോ? അതിന്റെ പേരാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് പേര്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിനെ ഷോർട്ട് ഫോമിൽ നമ്മ ER എന്നൊക്കെ പറയും. അപ്പൊ ER ഇനി തന്നേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇനി അടുത്തത് നോക്ക, ഇവിടെ ഒരു വലിയൊരു പാത്രം പോലെ ഒരു ബ്ലൂ കളറിൽ ഒരു സംഭവം തന്നേക്കുന്നുണ്ടോ? അപ്പൊ അതിനെ പറയുന്നതാണ് വാക്യൂൾ. അപ്പൊ പ്ലാന്റ് സെല്ലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വലിയ വാക്യൂൾ ഉണ്ടാവും. അപ്പൊ ഒരു പ്ലാന്റ് സെല്ലിന്റെ അകത്ത് വലിയൊരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ അത് വാക്യൂൾ ആയിരിക്കും. നെക്സ്റ്റ് നോക്കുക, ഇതിന്റെ ഉള്ളില് മഞ്ഞ കളറിൽ കുറെ ഫ്ലൂയിഡ് ഇങ്ങനെ ഉണ്ട്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടറും അല്ല എന്നാ സോളിഡും അല്ലാത്ത സ്റ്റേറ്റിലുള്ള സ്ലൈം പോലത്തെ സ്റ്റേറ്റിനെയാണ് ഫ്ലൂയിഡ് എന്ന് പറയാ. അപ്പൊ പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സെല്ലിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡിന്റെ പേരാണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിലാണ് ഇപ്പൊ ഈ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയാലും ന്യൂക്ലിയസ് ആയാലും ഏത് സെൽ ഓർഗനൽസ് ആയാലും ഇരിക്കുന്നത് സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലാണ്. ഇനി ഇവര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ആള് നമ്മളുടെ സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സെൽ ഓർഗനൽ ആണ് മൈറ്റോകോൺട്രിയ. അപ്പോ പവർ ഹൗസ് ഓഫ് ദി സെല്ലാണ് മൈറ്റോകോൺട്രിയ. അവരെ കാണുന്നത് സോസേജ് ഷേപ്പിലായിരിക്കും അവരെ കാണും. ഇനി നമ്മ ആദ്യം പറഞ്ഞ പ്ലാന്റ് സെല്ലിന്റെ മാത്രം പ്രത്യേകത ക്ലോറോഫില് കാണുന്ന ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ അടുത്ത സെൽ ഓർഗനൽ ആണ് ക്ലോറോപ്ലാസ്റ്റ്. നെക്സ്റ്റ് വൺ, ഇവിടെ കുറച്ച് മെംബ്രെയിൻ സാക്കുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെ പറയുന്നതാണ് ഗോൾഗി അപ്പാരറ്റസ് അഥവാ ഗോൾഗി കോംപ്ലക്സ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞു സെൽ വാൾ, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, വാക്യൂൾ, സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി അപ്പാരറ്റസ്. ഇത്രയുമാണ് സെല്ലിന്റെ, പ്ലാന്റ് സെല്ലിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പാർട്സ്. ഇനി നമുക്ക് ഇവരെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള സെൽ വാൾ. ദേ ഇവിടെ തന്നിട്ടുണ്ട്, സെൽ വാളിന് തന്നിട്ടുണ്ട്. അപ്പൊ സെൽ വാള് എന്താ ചെയ്യാ, അവർക്ക് എന്താണ് ഫങ്ഷൻ, എന്തൊക്കെയാ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. സെൽ വാളിന് നോക്കാം,
സെൽ വാൾ ഈസ് എ റിജിഡ് ലെയർ ഔട്ടർ ടു ദി സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന്റെ പുറത്തായിട്ട് കാണുന്ന കട്ടിയുള്ള ലെയറിനെയാണ് സെൽ വാൾ എന്ന് പറയാം. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ് ടു ദി സെൽ. സെല്ലിന് ആവശ്യമായ, കോശത്തിന് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നതും ഷേപ്പ് കൊടുക്കുന്നതും സെൽ വാൾ ആയിരിക്കും. ഇൻ പ്ലാന്റ്സ് സെൽ വാൾ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. നമ്മളുടെ വീടിന്റെ ഒക്കെ ചുമര് പണിയുന്നത് കട്ടൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ, അതേപോലെ പ്ലാന്റ്സിന്റെ സെൽ വാൾ ഉണ്ടാക്കുന്ന കമ്പോണന്റിന്റെ പേരാണ് സെല്ലുലോസ്. ഇവിടെ എന്തൊക്കെ ഓർത്ത് വെക്കണം? ഏറ്റവും പുറത്തായിട്ട് കാണുന്ന സെൽ മെംബ്രെയിന്റെയും പുറത്തായിട്ട് കാണുന്ന ലെയറിനെയാണ് സെൽ വാൾ എന്ന് പറയാ. അത് പ്ലാന്റ് സെല്ലിന് വേണ്ട പ്രൊട്ടക്ഷൻ, ഷേപ്പ് ഒക്കെ കൊടുക്കും. പ്ലാന്റ്സിൽ സെൽ വാൾ ഉണ്ടാക്കിയേക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം, സെൽ മെംബ്രെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. ഇനി ഈ സെൽ മെംബ്രെയിനെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കും. നമുക്കൊക്കെ ശരിക്കിനായിട്ടൊരു പേരുണ്ടാവും, അതേപോലെ വീട്ടിൽ വിളിക്കണ ഒരു പേരുണ്ടാവില്ലേ, അതേപോലെ സെൽ മെംബ്രെയിന്റെ വേറെ പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ. 9ാം ക്ലാസ്സിലും പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇപ്പൊ പഠിക്കുമ്പോ വൃത്തിയായിട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോ ടെൻഷൻ ഒന്നും വേണ്ടി വരില്ല. അപ്പൊ എന്താന്ന് നോക്ക, ദ സെൽ മെംബ്രെയിൻ ഈസ് എ തിൻ ഫ്ലെക്സിബിൾ ലെയർ. ഭയങ്കര തിന്നായിട്ടുള്ള, ഭയങ്കര കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ലെയർ ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റുന്ന, അതിനെയാണ് ഫ്ലെക്സിബിൾ എന്ന് പറയാ. അപ്പൊ തിൻ ആൻഡ് ഫ്ലെക്സിബിൾ ലെയർ ആണ്. ദാറ്റ് സറൗണ്ട്സ് ദ സെൽ. സെല്ലിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സെല്ലിനെ ചുറ്റി സൂക്ഷിക്കുന്ന ആ ലെയറിന്റെ പേരാണ് സെൽ മെംബ്രെയിൻ. സബ്സ്റ്റൻസസ് എൻറ്റർ ആൻഡ് ലീവ് ദ സെൽ ത്രൂ ദിസ് മെംബ്രെയിൻ. സെല്ലിന്റെ അകത്തേക്ക് സാധനങ്ങൾ കയറുന്നതും അതേപോലെ സെല്ലിന്റെ അകത്തുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുന്നതും സെൽ മെംബ്രെയിൻ വഴിയായിരിക്കും. ദ പ്ലാസ്മ മെംബ്രെയിൻ ഡസ് നോട്ട് അലൗ സബ്സ്റ്റൻസസ് ടു പാസ് ത്രൂ. അതായത് എല്ലാ സാധനങ്ങളെയും എങ്ങോട്ട് വിടില്ല എന്ന്, സെല്ലിന്റെ അകത്തേക്കോ പുറത്തേക്കോ വിടില്ല. പ്ലാസ്മ മെംബ്രെയിൻ ഡസ് നോട്ട് അലൗ ഓൾ സബ്സ്റ്റൻസസ് ടു പാസ് ത്രൂ. അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാ സാധനങ്ങളൊന്നും കടത്തി വിടില്ല. Therefore, plasma membrane is known as semi permeable membrane. അതുകൊണ്ട് അവരെ പ്ലാസ്മ മെംബ്രെയിനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നും കൂടി അറിയപ്പെടും. അപ്പോ നമ്മളോട് ഇവിടുന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, why plasma membrane is also known as, അല്ലെങ്കിൽ why cell membrane is also known as semi permeable membrane. അപ്പൊ എന്താ എഴുതണ്ടേ? The plasma membrane does not allow all substances to pass through. അത്രയും എഴുതിയാലാണ് അതിന്റെ ആൻസർ ആവുള്ളൂ. Therefore, the plasma membrane is known as a semi-permeable membrane. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ നോക്കി ഉണ്ടാക്കിയേക്കുന്നത് കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടല്ലേ, അതിന്റെ പേരാണ് ലിപ്പിഡ് ലെയേഴ്സ്. അപ്പൊ ലിപ്പിഡ്സിന് ഇങ്ങനെ ലെയർ ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ വലിയ വലിയ കുറച്ച് മോളിക്യൂൾസ് ഉണ്ട്, അവരാണ് പ്രോട്ടീൻസ്. അപ്പോ പ്ലാസ്മ മെംബ്രെയിന്റെ മെയിൻ കമ്പോണൻസ് എന്താന്ന് വെച്ചാൽ എന്നൊക്കെ പറയണം, ലിപ്പിഡ് ലെയേഴ്സും പറയണം, അതേപോലെ പ്രോട്ടീൻ മോളിക്യൂളും കൂടി പറയണം. ഇനി അടുത്തത് നോക്കാം, സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഞാൻ പറഞ്ഞ് ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ്, വെള്ളം പോലെയല്ല, ജെല്ല് പോലെ കാണുന്ന സെല്ലിന്റെ അകത്തായിട്ട് കാണുന്ന ആ സബ്സ്റ്റൻസിന്റെ പേരാണ് സൈറ്റോപ്ലാസം. ഇറ്റ് മെയിൻറ്റെയിൻസ് all the organelles in their place and serves as a medium for chemical reactions. സെല്ലിന്റെ അകത്ത് ഓരോ ഓർഗനൽസിനെയും പിടിച്ചു നിർത്തുന്നത് സൈറ്റോപ്ലാസം ആണ്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ കുറെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും, അതിന് ഹെൽപ്പ് ചെയ്യുന്നതും സൈറ്റോപ്ലാസം ആണ്. ഇനി അടുത്തത് സെൽ ഓർഗനൽസ് എന്താണ്, ഏതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് നോക്കാം. സെൽ ഓർഗനൽസ് ആർ the parts that perform the functions necessary for the survival and functioning of cell. സെല്ലിന്റെ ഫംഗ്ഷനിങ്ങിന് അല്ലെങ്കിൽ സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന, സഹായിക്കുന്ന ആ പാർട്സിനെയാണ് സെൽ ഓർഗനൽസ് എന്ന് പറയാം. അപ്പോ അവര് ഏതൊക്കെയാന്ന് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ ആളാണ് ന്യൂക്ലിയസ്. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ആളെയും നമ്മൾ പഠിക്കുന്ന ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ കാണുന്നത് സെല്ലിന്റെ നടുക്കായിട്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നോക്കാം, ന്യൂക്ലിയസ് ഈസ് ദ സെന്റർ
ദാറ്റ് കൺട്രോൾസ് ദ സെൽ. സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന, സെല്ലിന്റെ നടുക്കായിട്ട് കാണുന്ന ആ പാർട്ടിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയാം. ന്യൂക്ലിയസിന്റെ പിക്ചർ ആണ്ടോ വന്നേക്കുന്നത്, ഒരു 3D ഇമേജ് ആണ്. അപ്പൊ നോക്ക, chromatin network is the structure that appears like network of threads within the nucleoplasm. ന്യൂക്ലിയസിന്റെ അകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്, അതിനെയാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയാ. അതിന്റെ അകത്ത് കുറെ ഇങ്ങനെ നൂല് കട്ട കൂടി കിടക്കുന്നത് പോലെ, ത്രെഡ് നെറ്റ്വർക്ക് പോലെ കിടക്കുന്നത് പോലെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ക്രോമാറ്റിൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്ന് പറയാ. ഡ്യൂറിങ് സെൽ ഡിവിഷൻ ക്രോമാറ്റിൻ നെറ്റ്വർക്ക് കണ്ടൻസസ് ഇൻടു ക്രോമസോം. അപ്പോ സെൽ ഡിവിഷൻ നടക്കുമ്പോ, സെല്ല് ഡിവൈഡ് ചെയ്ത് കുറെ സെൽസ് ആവുമ്പോ ഈ നൂല് പോലെ കിടക്കുന്നവര് കണ്ടൻസ് ചെയ്തിട്ട് എക്സ് പോലെ ക്രോമസോം ആയിട്ട് മാറും. അപ്പോ ഇങ്ങനെ നൂല് പോലെ കിടക്കണ ഒരു സെൽ ഡിവിഷൻ കഴിയുമ്പോ ക്രോമസോം ആയിട്ട് മാറും. There is also a part called nucleolus within the nucleus. ഇതിന്റെ സെന്ററിലായിട്ട് ഒരു മഞ്ഞ സംഭവം കൊടുത്തേക്കണണ്ട, നമ്മളുടെ എഗിന്റെ ഉള്ളിലുള്ള യോക്ക് പോലെ ന്യൂക്ലിയസിന്റെ ഏറ്റവും സെന്ററിലായിട്ടുള്ള പാർട്ടിന്റെ പേരാണ് ന്യൂക്ലിയോലസ്. ഇനി ന്യൂക്ലിയസ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത പാർട്ടാണ് ഗോൾഗി അപ്പാരറ്റസ്. പിക്ചർ നോക്കിയേ, നല്ല ഭംഗിയുണ്ടല്ലേ, ഇങ്ങനെ എയർ സാക്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം, these are cell organelles that appear as a stacked membrane layers. അടുക്കി വെച്ചിരിക്കുന്ന മെംബ്രെയിൻ ലെയേഴ്സിനെയാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയാം. These organelles transport proteins and lipids to various parts of the cell and outside the cell. അപ്പോ ഇവരെന്താ ചെയ്യാ, പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും സെല്ലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റാപ്ഡ് ഇൻ മെംബ്രെയിൻ സാക്ക്. ഇവരെ ഇങ്ങനെ സ്ഥലം വെച്ചിട്ട് പൊതിഞ്ഞിട്ടുണ്ടെന്ന്, മെംബ്രെയിനസ് ആയിട്ടുള്ള സഞ്ചികൾ പോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അവര് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻസിന്റെയും ലിപ്പിഡ്സിന്റെയും ട്രാൻസ്പോർട്ടിന് വേണ്ടിയായിരിക്കും. നെക്സ്റ്റ് നോക്ക, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ ER എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത്. അപ്പോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തിനൊക്കെയുള്ള വഴിയാണ്. ഇതേ കണ്ടില്ലേ, നമ്മളുടെ ബാലഭൂമിയിലൊക്കെ ഉണ്ടാവുന്ന മൂട്ടുമുയലിന് വഴി കാണിക്കുക, അതേപോലത്തെ ഒരു സാധനമാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പൊ അതെന്താ സംഭവം നോക്ക. These organelles appear as a network of tubules within the cell. ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ആണ്, കുറെ ട്യൂബുകളുടെ ശൃംഖലയാണ്. അതേപോലെ സെർവ് ആസ് എ പാത്വേ ഫോർ കണ്ടക്ടിങ് മെറ്റീരിയൽസ്. അതിന്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസിനെ കടത്തിവിടാനുള്ള വഴിയായിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദി സെൽ. അപ്പോ സെല്ലിൽ വേണ്ട സാധനങ്ങളെ ഉണ്ടാക്കാനായിട്ടും അതേപോലെ കളയാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നെക്സ്റ്റ് നോക്കാം, നമ്മളുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്, സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഷേപ്പ് നോക്കിയ ഒരു സോസേജ് പോലെ ഇരിക്കുന്നതാണ് മൈറ്റോകോൺട്രിയ. എനർജി പ്രൊഡക്ഷൻ സെന്റർ ഓഫ് സെൽ. അപ്പൊ അതിനറിയപ്പെടുന്നത് സെല്ലിന്റെ എനർജി പ്രൊഡക്ഷൻ സെന്റർ എന്നാണ്. ഇറ്റ് സ്റ്റോർസ് ദ എനർജി ഒബ്റ്റൈൻഡ് ഫ്രം ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ് ആസ് വെൻ റിക്വയർഡ്. ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് ആവശ്യമുള്ളപ്പോ ആ എനർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ മൈറ്റോകോൺട്രിയ പഠിക്കുമ്പോൾ ഓർത്ത് വെക്കുക, പവർ ഹൗസ് ആണ്, അതേപോലെ എനർജി പ്രൊഡക്ഷൻ സെന്റർ എന്നറിയപ്പെടും. ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ കഴിഞ്ഞിട്ടുള്ള എനർജിനെ സ്റ്റോർ ചെയ്ത് വെക്കും, ആവശ്യമുള്ളപ്പോ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത്രയും ഉള്ളൂ, സിമ്പിൾ ആണ്. അടുത്തത് നോക്ക, പ്ലാസ്റ്റിഡ്സ്. Plastids are specific parts in the plant cells that helps in the synthesis and storage of food materials. അപ്പോ ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ടും അതേപോലെ ഉണ്ടാക്കിയത് സ്റ്റോർ ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന പാർട്സിനെയാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് വിളിക്കുക. They have 2 layered membrane. അവർക്ക് 2 ലെയർ ഉള്ള മെംബ്രെയിൻ ഉണ്ടാവും. ഇനി കുറച്ച് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അവരുടെ ഒക്കെ ഫങ്ഷൻസ് വേറെ വേറെയാണ്. അതിൽ ആദ്യത്തേതാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എല്ലാരും കേട്ടിട്ടുണ്ടാവും. പച്ച കളർ കൊടുക്കാൻ, ചെടികളില് പച്ച കളർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. അടുത്തത് ക്രോമോപ്ലാസ്റ്റ്. അതിന്റെ അടുത്തത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത് ല്യൂക്കോപ്ലാസ്റ്റ്. അപ്പൊ ഓരോന്നും എന്താന്ന് നോക്കുക.
ഫസ്റ്റ് വൺ ക്ലോറോപ്ലാസ്റ്റ്. ഇതും 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇപ്പൊ നന്നായിട്ട് പഠിച്ചാല് നിങ്ങൾക്ക് ആ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ദ ഗ്രീൻ പ്ലാസ്റ്റിഡ്സ് പ്രസന്റ് ഇൻ ദ ലീവ്സ് ആൻഡ് ഗ്രീൻ സ്റ്റെംസ്. സ്റ്റെമ്മിലും അതേപോലെ ഗ്രീൻ കളറുള്ള സ്റ്റെമ്മിലും ലീവ്സിലും കാണുന്ന പ്ലാസ്റ്റിഡ്സ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. ദേ കണ്ടെയ്ൻ എ ഗ്രീൻ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. അവരിൽ എന്തുണ്ട്? ഗ്രീൻ കളറുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട്, അതിന്റെ പേരാണ് ക്ലോറോഫിൽ. ഇറ്റ് ഹെൽപ്സ് ടു അബ്സോർബ് സൺലൈറ്റ് ഫോർ സിന്തസൈസിങ് ഫുഡ്. ഫുഡ് ഉണ്ടാക്കാനായിട്ട് സൺലൈറ്റിനെ വലിച്ചെടുക്കാൻ, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാസ്റ്റിഡ്സ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. നെക്സ്റ്റ് നോക്കുക, ക്രോമോപ്ലാസ്റ്റ്. ദീസ് ആർ കളേർഡ് പ്ലാസ്റ്റിഡ്സ് സീൻ ഇൻ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഫ്രൂട്ട്സിലും ഫ്ലവേഴ്സിലും ഒക്കെ കാണുന്ന പിഗ്മെന്റിനെയാണ്, പ്ലാസ്റ്റിഡ്സിനെയാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയാ. ക്രോമോ എന്ന് വെച്ചാൽ കളറാണ്. അപ്പൊ കുറെ കളറിലുള്ളത് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും അല്ലേ. അപ്പൊ ക്രോമോപ്ലാസ്റ്റ് കാണുന്നത് എവിടെയായിരിക്കും? ഫ്രൂട്ട്സിലും ഫ്ലവേഴ്സിലും ആയിരിക്കും. They contain pigments that impart red, orange and yellow colors. അവരിൽ എന്തുണ്ടാവും? റെഡ്, ഓറഞ്ച്, യെല്ലോ പോലുള്ള കളേഴ്സ് ഉണ്ടാവും. They attract animals for pollination and seed dispersal. സീഡ് ഡിസ്പേഴ്സലിനും പോളിനേഷനൊക്കെ വേണ്ടിയിട്ട് ആനിമൽസിനെയും ഇൻസെക്ട്സിനെയും അട്രാക്ട് ചെയ്യലാണ് ക്രോമോപ്ലാസ്റ്റിന്റെ ഫങ്ഷൻ. ലാസ്റ്റ് വൺ ല്യൂക്കോപ്ലാസ്റ്റ്. പച്ച കളറുള്ളത് പറഞ്ഞു, ബാക്കി കളറുള്ള എല്ലാവരുടെയും കാര്യം പറഞ്ഞു. അപ്പൊ ഇനി എന്തായിരിക്കും ഉണ്ടാവുക? കളർ ഇല്ലാത്തവരല്ലേ. അപ്പോ ല്യൂക്കോപ്ലാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വൈറ്റ് ഓർ കളർലെസ് പ്ലാസ്റ്റിഡ്സ്. ഒന്നില്ലെങ്കിൽ വൈറ്റ് കളറുള്ള സംഭവങ്ങളിൽ കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ വലിയ കളർ ഇല്ലാത്ത കളർലെസ് ആയിട്ടുള്ള എന്തിലൊക്കെ ആയിരിക്കും കാണാം? സീഡ്സ്, റൂട്ട്, അതേപോലെ സ്റ്റെമ്മിലൊക്കെ കാണുന്നത് ല്യൂക്കോപ്ലാസ്റ്റ് ആയിരിക്കും. ല്യൂക്കോപ്ലാസ്റ്റ് സ്റ്റോർ സബ്സ്റ്റൻസസ് ലൈക്ക് സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് പ്രോട്ടീൻ. പക്ഷെ അവരിൽ എന്തൊക്കെയോ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? സ്റ്റാർച്ചും ഓയിലും പ്രോട്ടീനും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. അപ്പോ പ്ലാസ്റ്റിഡ്സ് എന്താന്ന് നോക്കണം, 3 ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് നോക്കണം, അവരുടെ ഫങ്ഷൻസ് നോക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കാം, വാക്യൂൾ. പ്ലാന്റ് സെല്ലിന്റെ മാത്രം പ്രത്യേകതയാണ് വാക്യൂള്. അപ്പൊ അതെന്തായാലും പഠിക്കണം. സ്റ്റോർസ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്. എന്തിനൊക്കെ സ്റ്റോർ ചെയ്യും? വെള്ളത്തിനെയും ന്യൂട്രിയൻസിനെയും വേസ്റ്റിനെയും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. യൂഷ്വലി ലാർജ് വാക്യൂൾസ് ആർ സീൻ ഇൻ പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെല്ലിൽ കാണുന്നത് വലിയ വാക്യൂൾ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, റൈബോസോം. നമ്മളെ ജിംഖാനൊക്കെ സിനിമ കണ്ടപ്പോ അവര് ബോക്സിങ്ങിന് യൂസ് ചെയ്യുന്ന ഫിസ്റ്റ് കണ്ടിട്ടില്ലേ? അപ്പൊ അതേപോലെ ഇങ്ങനെ എപ്പോഴും ഒരുമിച്ച് റൈബോസോം ഇരിക്കുള്ളൂ. കണ്ടില്ലേ? 2 സബ് യൂണിറ്റ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അവരെപ്പോഴും ഒരുമിച്ചേ ഇരിക്കുള്ളൂ. പ്രോട്ടീൻ സിന്തസിസിനാണ് ഹെൽപ്പ് ചെയ്യുക. They are found in cytoplasm either freely or attached to endoplasmic reticulum. ഇവരെ കാണുന്നത് സൈറ്റോപ്ലാസത്തിലായിരിക്കും. ഒന്നില്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഇങ്ങനെ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും പോയിരിക്കും, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അടുത്തായിട്ട് അവരിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. They function as center for protein synthesis. പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് റൈബോസോം ആയിരിക്കും. ഇനി അടുത്തത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സെൽ ഓർഗനൽസിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി നമ്മൾ ഈ സെല്ലുകളൊക്കെ കൂടി ചേർന്നാൽ ഉണ്ടാവുന്ന ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോ ഇപ്പൊ പ്ലാന്റ് സെൽ അല്ലേ പഠിക്കുന്നേ? അപ്പൊ പ്ലാന്റ് സെല്ലിലെ പ്ലാന്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയാൻ പോകുന്നത്. ദ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആർ നോൺ ആസ് ടിഷ്യൂസ്. ഒരു സെല്ലിന്റെ സിമിലർ ടൈപ്പ് ഓഫ് സെൽസിന്റെ ഗ്രൂപ്പിനെയാണ് ടിഷ്യൂസ് എന്ന് പറയാ. അപ്പൊ ഇനി കുറച്ച് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് നമുക്ക് പഠിക്കാനുണ്ട്, അതും കൂടി നോക്കാം കേട്ടോ. അപ്പോ ഏതൊക്കെയാണ് പ്ലാന്റ് ടിഷ്യൂസ് എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. രണ്ടായിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ ടിഷ്യൂസ് ഉണ്ട്, അതേപോലെ കോംപ്ലക്സ് ടിഷ്യൂസ് ഉണ്ട്. അപ്പോ ആദ്യം തന്നെ കുറച്ച് സിമ്പിൾ ടിഷ്യൂസ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തേതാണ് പാരൻകൈമ. പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. പാരൻകൈമ നമ്മളെ ക്രോസ് സെക്ഷൻ എടുക്കുന്ന ഒരു ഭാഗം പഠിച്ചിരുന്നു. ചെടിയുടെ തണ്ടിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്ന ഭാഗം എടുത്തിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോ അതില് കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് കണ്ടിരുന്നു. ആ ചെടിയുടെ സ്റ്റെം നോക്കിയപ്പോ കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് കണ്ടിരുന്നു. അപ്പൊ അതിൽ ഒരെണ്ണമാണ് പാരൻകൈമ. പാരൻകൈമ എന്താ നോക്കുക, കണ്ടെയ്ൻ ലിവിങ് സെൽസ്. തിൻ സെൽവാൾ. അവര് സെൽവാൾ നോക്കിയേ ഭയങ്കര തിന്നാണ്, ഭയങ്കര തിന്നായിട്ടാണ് വരച്ചു വെച്ചേക്കുന്നത്. ഇന്റർ സെല്ലുലാർ സ്പേസസ് ആർ പ്രസന്റ്. ഒരു സെല്ലിന്റെ ഇടയിൽ
ചെറിയ ചെറിയ സ്പേസുകൾ ഉണ്ട്, അതിനെയാണ് ഇന്റർ സെല്ലുലാർ സ്പേസസ് എന്ന് പറയാ. അപ്പൊ ഇന്റർ സെല്ലുലാർ സ്പേസസ് ഉണ്ട്. പെർഫോം ഫങ്ഷൻസ് സച്ച് ആസ് ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് സ്റ്റോറേജ്. പാരൻകൈമ ഹെൽപ്പ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസിനും ഫുഡ് സ്റ്റോറേജിനും വേണ്ടിയിട്ടാണ്. സെൽസ് ഇൻ സം പാർട്സ് ഹാവ് എബിലിറ്റി ടു ഡിവൈഡ്. ഈ പാരൻകൈമയുള്ള ചില പാർട്സിന് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോ ഫസ്റ്റ് പ്ലാന്റ് ടിഷ്യൂ പഠിച്ചില്ലേ, പാരൻകൈമ തിൻ സെൽ വാളായിരിക്കും, ഇന്റർ സെല്ലുലാർ സ്പേസസ് ഉണ്ടാവും, ഫോട്ടോസിന്തസിസിനും ഫുഡ് സ്റ്റോറേജിനും ഹെൽപ്പ് ചെയ്യും, ചില പാർട്സിന് സെൽ ഡിവിഷനും ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് നോക്കാം, കോളൻകൈമ. കോളൻകൈമ എ ടിഷ്യൂ മെയ്ഡ് അപ്പ് ഓഫ് ലിവിങ് സെൽസ്. ഇതും ലിവിങ് സെൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ടിഷ്യൂ ആണ്. സെൽ വാൾ മെയ്ഡ് ഓഫ് സബ്സ്റ്റൻസസ് സച്ച് ആസ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഇവരുടെ സെൽ വാൾ ഉണ്ടാക്കിയേക്കുന്ന കമ്പോണൻസ് ആണ് സെല്ലുലോസും പെക്റ്റിനും. The cell wall is thicker only in some parts. ചില ഭാഗങ്ങളിൽ സെൽ വാൾ കുറച്ച് തിക്കായിരിക്കും, ചില ഭാഗങ്ങളിൽ തിന്നായിരിക്കും. Helps in maintaining the shape of plant parts. ഓരോ പ്ലാന്റ് പാർട്സിന്റെയും ഷേപ്പ് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് കോളൻകൈമയാണ്. അപ്പൊ കോളൻകൈമയുടെ ഫംഗ്ഷൻ എന്താണ്? പ്ലാന്റ് പാർട്സിന് അതിൻ്റെതായിട്ടുള്ള ഷേപ്പ് കൊടുക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് ഇവരുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്, സ്ക്ലീറൻകൈമ. A tissue consists of dead cells. ഇത്രയും നേരം പറഞ്ഞ രണ്ടുപേരും ലിവിങ് സെൽസ് ആയിരുന്നു. ഇത് സ്ക്ലീറൻകൈമ ഡെഡ് സെൽസ് ആണ്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇവരുടെ സെൽ വാൾ ഭയങ്കര തിക്കാണ്. അപ്പൊ തിക് സെൽ വാൾ. The cell wall is uniform thickness throughout. എല്ലായിടത്തും സെൽ വാളിന്റെ തിക്നെസ് ഒരേപോലെ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. പ്രൊവൈഡിങ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദി പ്ലാന്റ് പാർട്സ്. അപ്പൊ ഇവരെന്താ ചെയ്യാ? പ്ലാന്റ് പാർട്സിന് സ്ട്രെങ്ത്തും സപ്പോർട്ടും നൽകുന്നത് സ്ക്ലീറൻകൈമയാണ്. ഇപ്പൊ പറഞ്ഞ ഓരോ പ്ലാന്റ് ടിഷ്യൂസിനെ ഓർമ്മ വേണം, അവരുടെ ഫങ്ഷൻസ് ഓർമ്മ വേണം, അവരുടെ സെൽവാളിന്റെ പ്രത്യേകതയും ഓർത്ത് വെച്ച് പഠിക്കാൻ മാറിപ്പോരുത് ട്ടാ. അടുത്തത് നോക്കാം, ടിഷ്യൂസ് ദാറ്റ് ആർ കമ്പോസ്ഡ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആർ നോൺ ആസ് സിമ്പിൾ ടിഷ്യൂസ്. അപ്പൊ ഇത്രയും നേരം നോക്കിയത് സിമ്പിൾ ടിഷ്യൂസിന്റെ കാര്യമാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സൈലം ആൻഡ് ഫ്ലോയം ആർ composed of cells with different shape and size, so they are called complex tissues. അടുത്ത പഠിക്കാൻ പോണത് സൈലം ഫ്ലോയം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ്. അവരുടെ ഷേപ്പും സൈസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും, അതുകൊണ്ട് അവരെ വിളിക്കുന്നത് കോംപ്ലക്സ് ടിഷ്യൂസ് എന്നാണ്. അപ്പൊ എന്താണ് സൈലം, എന്താണ് ഫ്ലോയം എന്ന് നോക്കാം. സൈലം ദേ ഇവിടെ കുറെ ട്യൂബ് പോലെ തന്നിട്ടുണ്ട്, അപ്പുറത്ത് ഫ്ലോയത്തിന്റെ പിക്ചറും തന്നിട്ടുണ്ട്. അപ്പൊ നോക്കാം, conduction of water and salt to the leaves take place through xylem. അപ്പൊ സൈലം മെയിൻലി ചെയ്യുന്നത് എന്തായിരിക്കും? വാട്ടറിന് കടത്തിവിടാ, വെള്ളത്തിന് കടത്തിവിടാ. അതേപോലെ പ്ലാന്റ്സില് ലീവ്സിലേക്ക് സോൾട്ടിനെയും കടത്തിവിടലാണ് സൈലത്തിന്റെ ജോലി. ഇനി അപ്പൊ ഫ്ലോയത്തിന്റെ ജോലി എന്തായിരിക്കും? ഫുഡ് സിന്തസൈസ്ഡ് ബൈ ദി ലീവ്സ് ടു ഡിഫറെന്റ് പ്ലാന്റ് പാർട്ട് ബോഡീസ്. അപ്പോ ഫുഡ് ഉണ്ടാക്കിയത്, അതായത് പ്ലാന്റ്സിൽ ഫുഡ് ഉണ്ടാക്കിയത് എങ്ങോട്ടൊക്കെ എത്തിക്കണം? പ്ലാന്റ്സിന്റെ ഡിഫറെന്റ് പാർട്സിലേക്ക് എത്തിക്കലാണ് ആരുടെ ജോലി? ഫ്ലോയത്തിന്റെ ജോലി. മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക, സൈലം. സൈലം എന്തായിരിക്കും കണ്ടക്ട് ചെയ്യുക? വാട്ടർ. നമ്മ ഇംഗ്ലീഷ് എഴുതുമ്പോഴേ ഡബ്ല്യൂയും എക്സും എടുത്തെടുത്തുള്ള അക്ഷരങ്ങളല്ലേ, അപ്പൊ പഠിക്കാൻ എളുപ്പത്തിന് സൈലം വാട്ടർ. ഫ്ലോയം പഠിക്കുമ്പോഴോ ഫ്ലോയം ഫുഡ്. അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കാൻ മാറിപ്പോകരുത്. സൈലം കണ്ടക്ട് ചെയ്യുന്നത് വാട്ടറിനെ ആയിരിക്കും, ഫ്ലോയം കണ്ടക്ട് ചെയ്യുന്നത് ഫുഡിനെ ആയിരിക്കും. നെക്സ്റ്റ് നോക്കുക, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. കുറെ ടിഷ്യൂസ് പഠിച്ചല്ലേ, സിമ്പിൾ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും പഠിച്ചു. അടുത്തതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ composed of cells that are capable of continuous division. കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള സെൽസിനെയാണ് മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയാ. മെരിസ്റ്റമാറ്റിക് സെൽസ് കോസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ളത് കൊണ്ടാണ് പ്ലാന്റ്സ് വലുതാവുന്നത്. അവരുടെ പ്രത്യേകത നോക്കിയേ, അബണ്ടന്റ് സൈറ്റോപ്ലാസം. കുറെ സൈറ്റോപ്ലാസം ഉണ്ട്, വലിയ ന്യൂക്ലിയസ് ഉണ്ട്, അതേപോലെ തിൻ സെൽവാൾ ഉണ്ട്. സെൽവാള് ഭയങ്കര തിന്നായിരിക്കും. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നും എഴുതണം: അബണ്ടന്റ് സൈറ്റോപ്ലാസം, ലാർജ് ന്യൂക്ലിയസ്, തിൻ സെൽ വാൾ. നെക്സ്റ്റ് നോക്കുക, ഇനി ഇവരിൽ തന്നെ 2-3 ടൈപ്പ് മെരിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കുക. എപ്പിക്കൽ മെരിസ്റ്റം ഈസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം. നമ്മളുടെ സ്റ്റെമ്മിന്റെ അറ്റത്തും അതേപോലെ റൂട്ടിന്റെ അറ്റത്തും കാണുന്ന
മെരിസ്റ്റത്തിനെയാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയാ. ഇനി സൈഡ്സിലായിട്ട് കാണുന്ന മെരിസ്റ്റത്തെ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയും. ഇനി ചില പ്ലാന്റ്സില്, മോണോകോട്ട് പ്ലാന്റ്സില് മെരിസ്റ്റം ഈസ് സീൻ ഇൻ ബിറ്റ്വീൻ ടു നോഡ്സ് ഈസ് കോൾഡ് ഇന്റർകാലറി മെരിസ്റ്റം. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നേക്കാൾ നല്ലതായിട്ട് ഈ പടം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതെന്താണ്? ഒരു മുളയുടെ ചെടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, നമ്മുടെ മുള കരിമ്പൊക്കെ പോലുള്ളതില് ഒരു തണ്ട് ഇങ്ങനെ വരും, അടിയിലും വേറൊരെണ്ണം വരും, അവര് ജോയിൻ ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ടാവും അല്ലെ? അവിടെ ഉണ്ടാവുന്ന മെരിസ്റ്റത്തെയാണ് ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയാം. കിട്ടിയില്ലേ? അടുത്തത് നോക്കാം. അടുത്തത് കുറച്ച് പെർമനന്റ് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെൽ ക്ലസ്റ്റേഴ്സ് ഓർ ടിഷ്യൂസ് ദാറ്റ് ഹാവ് ലോസ്റ്റ് ദെയർ എബിലിറ്റി ടു ഡിവൈഡ് ആർ നോൺ ആസ് പെർമനന്റ് ടിഷ്യൂസ്. അപ്പോ ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട സെൽസിനെയാണ് എന്തെന്ന് പറയാ? പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയാ. പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ, സൈലം, ഫ്ലോയം ആർ എക്സാമ്പിൾസ് ഓഫ് പെർമനന്റ് ടിഷ്യൂസ്. അപ്പോ ഡിവൈഡ് ചെയ്യാൻ കഴിവില്ലാത്ത കുറച്ച് സെൽസിനെയാണ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഈ പറഞ്ഞ 5 ആൾക്കാരെയും ഒരുമിച്ച് പറയുന്നതാണ് പെർമനന്റ് ടിഷ്യൂസ്. എക്സാമ്പിൾസ് ഓർത്ത് വെക്കാട്ടോ. ഇനി പ്ലാന്റ് സെല്ല് പഠിച്ചു കഴിഞ്ഞു. പ്ലാന്റ് സെല്ല് പഠിച്ചു കഴിഞ്ഞാല് അടുത്തത് നമുക്ക് ആരോള്ള? അനിമൽ സെല്ലല്ലേ? അനിമൽ സെല്ല് നോക്കിയാലോ? അനിമൽ സെല്ലിൽ കുറെ ആൾക്കാർ സെയിം ആണ്. സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾഗി അപ്പാരറ്റസ്, മൈറ്റോകോൺട്രിയ, ഇങ്ങനെ കുറെ ആൾക്കാർ അവിടെ പഠിച്ചത് തന്നെയാണുള്ളേ. പഠിക്കാത്ത 2 ആൾക്കാരേ ഉള്ളൂ, സെൻട്രിയോൾസും ലൈസോസോം. സെൻട്രിയോൾസ് നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഒരു ട്യൂബ് പോലെ കാണുന്നുണ്ടാവും. അവര് സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യും, സെൽ ഡിവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെൻട്രിയോൾസ്. ഇനി അടുത്തത് നോക്കാം, ലൈസോസോം. ഇവിടെ ചെറിയ ചെറിയ വട്ടത്തിലുള്ള ചെറിയ സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണാൻ പറ്റും. പുറത്തു നിന്നും വരുന്ന ഫോറിൻ ബോഡീസിനെ, പുറത്തു നിന്നും വരുന്ന ആൾക്കാരെ നശിപ്പിക്കുന്നത്, നമ്മുടെ ബോഡിയിലേക്ക് അസുഖമൊക്കെ ഉണ്ടാക്കാൻ വരൂലേ? അപ്പൊ സെല്ലിന്റെ അകത്തേക്ക് അണുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കുന്നവരായിരിക്കും ലൈസോസോം. അപ്പൊ പിക്ചർ മനസ്സിലായിട്ടുണ്ടാവും. നേരെ നമുക്ക് അനിമൽ ടിഷ്യൂസിലേക്ക് പോവാം. Tissues composed of group of similar cells perform various functions of body of animals. Animalsന്റെ ബോഡിയിൽ ഒരേപോലത്തെ കുറെ സെൽസ് ഉണ്ട്, കുറെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് അവരെയാണ് അനിമൽ ടിഷ്യൂസ് എന്ന് പറയാ. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റത്തേതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ആദ്യത്തേത് ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ. പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പിക്ചർ വെച്ചിട്ട് ടീച്ചർ പറഞ്ഞു തരാം, നോക്കിയിരിക്കുക. Covers and protects the surface of ബോഡി ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. ശരീരവും ഉള്ളിലുള്ള ഓർഗൻസിനെ പുറത്തു നിന്നും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ലെയർ ഓഫ് ടിഷ്യൂസിന്റെ പേരാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് വേരിയസ് സബ്സ്റ്റൻസസ്. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. പ്രൊഡ്യൂസസ് സെക്രീഷൻസ് ലൈക്ക് മ്യൂക്കസ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയണ്ടേ? ആവശ്യമുള്ളവരെ വലിച്ചെടുത്തിട്ട് ആവശ്യമില്ലാത്തവരെ കളയണ്ടേ? അപ്പോ മ്യൂക്കസ് പോലുള്ള സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അടുത്തത് നോക്കുക, കണക്റ്റീവ് ടിഷ്യൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സ്ട്രൈപ്സ് ആയിട്ട് കാണുന്ന കണക്റ്റീവ് ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പ്രൊവൈഡ്സ് സപ്പോർട്ട് ടു വേരിയസ് പാർട്സ് ഓഫ് ബോഡി. ബോഡിയിലെ ഡിഫറെന്റ് പാർട്സിന് സപ്പോർട്ട് കൊടുക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. കണക്ട്സ് വേരിയസ് പാർട്സ് ടുഗദർ. കണക്റ്റീവ് ടിഷ്യൂ പേര് തന്നെ ഉണ്ട്, കണക്ട് ചെയ്യുക. ബോഡിയിലെ പല പാർട്സിനെയും കണക്ട് ചെയ്യുന്നത് കണക്റ്റീവ് ടിഷ്യൂസ് ആയിരിക്കും. ഇനി അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം കിട്ടും. ബോൺ, ബ്ലഡ്, ഫൈബ്രസ് ടിഷ്യൂ എക്സെട്ര. ബോൺ നമ്മളുടെ ഓരോ പാർട്സിനെയും കണക്ട് ചെയ്യില്ലേ? അതേപോലെ ബ്ലഡ്, ഫൈബ്രസ് ടിഷ്യൂ, അങ്ങനെ കുറെ കാര്യങ്ങളാണ് കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിൾ. ഓർത്ത് വെച്ച് പഠിക്കണം. അപ്പൊ ബോഡിക്ക് സപ്പോർട്ട് കൊടുക്കുന്നതും ഓരോ പാർട്സിനും തമ്മിൽ കണക്ട് ചെയ്തു പോകുന്നതും ആരാണ്? കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. നെക്സ്റ്റ് നോക്കാം, മസിൽ ടിഷ്യൂ. എല്ലാരും പറയുമല്ലേ മസിൽ ഉണ്ട് നോക്കാം. ഇതാണോ ശരിക്കും മസില്? മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള കുറെ സെൽസ് ആണ്. അപ്പൊ അതിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് മസിൽ ടിഷ്യൂ എന്ന് പറയാ. അതിന് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്ത് നോക്കാം. ഹെൽപ്സ് ഇൻ ബോഡി മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. ശരീരത്തിന് നമുക്കിപ്പോ ഇങ്ങോട്ട് നടന്ന് നീങ്ങാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്ക് അവിടെ വരെ പോയിട്ട് വരാൻ കഴിയുന്നു. അങ്ങനെ നമ്മുടെ ബോഡി മൂവ്മെന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് മസിൽ ടിഷ്യൂസ് ആണ്. കമ്പോസ്ഡ് ഓഫ് സെൽസ് കാപ്പബിൾ ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. വികസിക്കാനും ചുരുങ്ങാനും കഴിവുള്ള
കുറെ സെൽസ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതിനെയാണ് മസിൽ ടിഷ്യൂസ് എന്ന് പറയാം. നെക്സ്റ്റ് നോക്കാം ന്യൂറൽ ടിഷ്യൂസ്. ന്യൂറൽ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം ബ്രെയിൻ റിലേറ്റഡ് അല്ലേ. അപ്പോ അവരെന്താ ചെയ്യാൻ നോക്കാം, മേക്സ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ പോസിബിൾ. അതായത് ഇമ്പൾസുകളുടെ കറക്റ്റ് ആയിട്ട് ഇമ്പൾസുകളെ ബ്രെയിനിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ന്യൂറൽ ടിഷ്യൂസ് ആണ്. കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ബോഡിലി ആക്ടിവിറ്റീസ്. ശരീരത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും ഒരുമിച്ച് കൊണ്ടുപോകുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ന്യൂറൽ ടിഷ്യൂസ് ആണ്. ഇനി കുറച്ച് സ്റ്റെം സെൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് സ്റ്റെം സെൽസ് എന്താന്ന് പറയാ. സ്റ്റെം സെൽസിന് എക്സാമ്പിൾ നെർവ് സെൽസ്, ബ്ലഡ് സെല്ല്, എപ്പിത്തീലിയൽ സെൽ, മസിൽ സെൽ. നമ്മളിപ്പോ തന്നെ പറഞ്ഞതിൽ കുറെ ആൾക്കാരുണ്ട്. സ്റ്റെം സെൽസ് എന്താന്ന് നോക്കുക. സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് that can develop into various type of cells such as muscle cells, nerve cells, blood cells, etc. അതായത് കുറെ സെൽസ് ഉണ്ട്, അവർക്ക് ഏത് സെല്ല് വേണമെങ്കിലും ആവാനായിട്ട് പറ്റും. ഇപ്പോ നിങ്ങൾക്ക് കുറെ ടീച്ചേഴ്സിന് അറിയാൻ പറ്റും കുറെ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നത് ഇല്ലേ. ഇപ്പൊ ഒരു ടീച്ചർക്ക് തന്നെ ചിലപ്പോൾ ബയോളജി പഠിപ്പിക്കാൻ പറ്റും, ഫിസിക്സ് പഠിപ്പിക്കാൻ പറ്റും. അതേപോലെ ഏതൊക്കെ സെൽസിനാണോ പല പല സെൽസിന്റെ ഫോമിലേക്ക് അല്ലെങ്കിൽ പല പല സെൽസ് ആയിട്ട് മാറാനുള്ള കഴിവുള്ളത് അവരെയാണ് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുക. ദേ ആർ കോൾഡ് ബോഡീസ് മാസ്റ്റർ സെൽ. അപ്പൊ കുറെ സബ്ജക്ട്സ് എടുക്കാൻ കഴിവുള്ളവർ നമ്മൾ പറയല്ലോ ആ ടീച്ചർ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ കുറെ അടിപൊളിയായിട്ട് പഠിക്കുന്ന പിള്ളേരെ പറയൂലേ. അതേപോലെ ഈ സ്റ്റെം സെൽസിനെ അറിയപ്പെടുന്നതാണ് ബോഡീസ് മാസ്റ്റർ സെൽ. ഇനി അടുത്തത് നോക്കാം. ബിക്കോസ് ദേ ഹാവ് എബിലിറ്റി ടു ക്രിയേറ്റ് ന്യൂ ടൈപ്പ് ഓഫ് സെൽസ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റെം സെൽസിനെ ബോഡീസ് മാസ്റ്റർ സെൽ എന്ന് വിളിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള ഉത്തരവാണ് ബിക്കോസ് ദേ ഹാവ് എബിലിറ്റി ടു ക്രിയേറ്റ് ന്യൂ ടൈപ്സ് ഓഫ് സെൽസ്. അവർക്ക് പുതിയ ടൈപ്പ് സെൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഈ സ്റ്റെം സെൽസിന്റെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരുന്നതാണ്. അപ്പോ ഏത് എക്സാമിനായാലും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റെം സെൽസിന്റെ ഫങ്ഷൻ. അവരെന്തൊക്കെയാ ചെയ്യാൻ നോക്കാം. ഹെൽപ്സ് ടു എലിമിനേറ്റ് ഡാമേജ്ഡ് സെൽസ്. ചീത്തായ സെല്ലുകളൊക്കെ പുറത്താക്കി കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രൊമോട്ട്സ് ഗ്രോത്ത് ഓഫ് ന്യൂ സെൽസ്. പുതിയ സെല്ലുകളെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മെയിൻറ്റെയിൻ ഹെൽത്തി ടിഷ്യൂസ്. ഹെൽത്തി ആയിട്ടുള്ള സെൽസിനെ ടിഷ്യൂസിനെ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാൻ നമുക്ക് ഇത്രയും ഉള്ളൂ. അപ്പൊ ചാപ്റ്റർ തീരുമ്പോ ടീച്ചർ ഇതിൽ കുഞ്ഞൊരു വർക്ക് തരികയാണ്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളിപ്പോ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങളായിരിക്കും ഇതിൽ ഉണ്ടാവുക. അപ്പൊ വേഗം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഹിൻസ് ഒക്കെ താഴെ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ടേബിൾ വായിച്ചു നോക്കി കറക്റ്റ് ആയിട്ട് വേഗം എന്റെ മക്കൾ എല്ലാവരും ആൻസർ വേഗം അടിയിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മുടെ വീഡിയോസ് വരുമ്പോ നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ, ആ ബെൽ ബട്ടൺ അമർത്തിയേ. അപ്പോ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നമ്മളുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റിലത്തെ എല്ലാ ചാപ്റ്ററും കഴിഞ്ഞു. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു.